ഇവിടുത്തെ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 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 സമയം ഇങ്ങനെ തീവ്രമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ മേലിലും എന്ത് ആരോപണവും നടത്താം. അതിൻ്റെ മേലിൽ ഒരു ആരോപണം കിട്ടിയാൽ മതി, അത് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതിൻ്റെ പുറത്ത് ഞാനിന്നൊരു വിക്ടിമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സുരക്ഷ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര വലിയൊരു അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി, ഇവരെയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അവിടെ നിന്നൊക്കെ അവരെനിക്ക് തിരിച്ചു തന്ന ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ് ഞാനിവിടെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത്. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൻ്റെ തുടങ്ങുന്നത് ഒരു 16-ാം തീയതി, ജൂൺ 16-ാം തീയതി സജ്ന നൂർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്കെതിരെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിൽ തംബ്നെയിലോടുകൂടി ഓക്കെ കറക്റ്റാണോ? ഓക്കെ 16-ാം തീയതിയിടന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു തംബ്നെയിലോടുകൂടി എനിക്കെതിരെ ഈ പറഞ്ഞ മാരകമായിട്ടുള്ള MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലും എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സജ്ന നടത്തിയ പരാമർശവും MDMA ഉപയോഗിച്ചു, അവരുടെ വീട്ടിൽ വന്നു, അവരുടെ ആളുകളുമായിട്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, അത് ചലഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കുന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എൻ്റെ ഹെയർ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ MDMA ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ഇടുന്നു. രണ്ടാമത് അവർ വീണ്ടും വന്നിട്ട് അതൊക്കെ വിട്, നീ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് നടത്ത്. ഇതിൻ്റെ പുറത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്നത് മാരകമായ സൈബർ ബുള്ളിങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 16 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ സാമൂഹ്യ കലാ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും മാറ്റിവെച്ചും ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന ലേബിൽ തന്നെയാണ് ഞാൻ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും ഏറ്റവും കൂടുതൽ അതാണ്. കേരളത്തിലെ മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ നിലകൊള്ളുമ്പോഴും എൻ്റെ പ്രതികരണ മനോഭാവം കൊണ്ടോ എൻ്റെ അഗ്രസീവ്നെസ് കൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നതോ എന്നെ വിമർശിക്കുന്നതിലോ എനിക്ക് തെറ്റില്ല. പക്ഷേ ഇത്രയും വലിയൊരു അലിഗേഷൻ എനിക്കെതിരെ വെക്കുമ്പോൾ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ്. ഇത് അന്ന് തന്നെ വെല്ലുവിളിച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിന്നെങ്കിലും ഞാൻ ആ സമയത്ത് എടുത്ത എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിൻ്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡുണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്നത്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ക്ലിയർ ചീട്ട് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ജൂൺ 6-ാം തീയതി ഈ സജ്ന എന്നെ ത്രെട്ടൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തതിൻ്റെ FIRൻ്റെ കോപ്പിയാണ്. ഞാൻ സമയം ലേറ്റായത് അതുകൊണ്ടാണ്. FIRൻ്റെ കോപ്പിയാണ്. ഇത് കൂടാതെ എനിക്കുള്ള വലിയ ത്രെട്ടനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ കൊടുത്ത രാഷ്ട്രീയപരമായിട്ട് എനിക്കുണ്ടായ അലിഗേഷനെതിരെയൊക്കെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പ്രതികളെ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന എൻ്റെ വിവാഹം അവിടെ നിന്ന് തുടങ്ങി അവരുടെ ഫാമിലിയെ തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും, അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ പ്രതികളെല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടേഷൻ ഉണ്ടായി. 23-ാം തീയതി തന്നെ രാത്രി വലിയ തോതിലുള്ള ഫോണിൽ വിളിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാനും എന്നെ വെട്ടിക്കീറുമെന്നും പറഞ്ഞിട്ട് 2014 ഞാൻ കേസ് കൊടുത്ത പ്രതി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട്
പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അപ്പം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവരപ്പം തന്നെ അയാളെ വിളിച്ചപ്പോൾ പോലീസുകാരെ തെറി വിളിച്ചു അയാൾ. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് ത്രെട്ടൺ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവരെൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്നു. ഈ പോലീസുകാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ FIR ഇടാൻ വേണ്ടി കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ 16-ാം തീയതി തന്നെ സജിന എനിക്കെതിരെ നടത്തിയ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയാണിത്. അവിടെ കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കിടപ്പുണ്ട്. ഇത് രണ്ടാമത് ഞാൻ കൊടുത്തതാണ്. കാരണം ഇതെൻ്റെ ത്രെട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊടുത്ത പരാതിയാണ്. കമ്മീഷൻ ഓഫീസിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ അതിവേഗം തന്നെ ആ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുകയും എനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതുപോലെ ഞാൻ കോടതിയിൽ എൻ്റെ അഡ്വക്കേറ്റ് മുരളി സാറാണ്, വള്ളക്കടവ് മുരളി സാറാണ്. സാറിൻ്റെ കയ്യിൽ ഞാൻ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്.